സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഇത്തരത്തിലാണ് ഇപ്പോൾ KPCCയും കൂടി വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും നിയമപരമായിട്ട് അവരുടെ പോരാട്ടം? പയ്യന്നൂർ ഏറ്റുകൊടുക്കയിലെ BLO അനീഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട 2 ആരോപണങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒന്ന്, അവിടെ ജോലിഭാരം വലിയ തോതിൽ അയാളെ ബാധിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യക്ക് ഒരു കാരണമായി ഉന്നയിക്കുന്നത് അതാണ്. മറ്റൊന്ന്, CPMന്റെ ചില പ്രാദേശിക നേതാക്കളുടെ നിന്ന് വലിയ തോതിലുള്ള ഭീഷണി ഇയാൾക്കുണ്ടായി. ഇതും ആത്മഹത്യക്ക് കാരണമാണ്. അതായത് CPMന്റെ അവിടുത്തെ BLA ഈ അനീഷിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതാണ് ആത്മഹത്യക്ക് മറ്റൊരു കാരണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതായത് ഈ അനീഷിനൊപ്പം അവിടെ കോൺഗ്രസിന്റെ ഒരു BLA അവിടെ വീടുകൾ കയറുകയും മറ്റും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഓരോ പാർട്ടിക്കും, രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ ഒരു ഏജന്റിനെ ഈ BLOമാർക്കൊപ്പം അയക്കാം. അത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസിന്റെ BLA കൂട്ടിക്കൊണ്ട് വീടുകൾ കയറിയതിനെതിരെ CPMന്റെ BLA ഇയാളെ വിളിച്ച്, അനീഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതാണ് ആത്മഹത്യക്ക് മറ്റൊരു കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം VD സതീശനും ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷമായ, സത്യസന്ധമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം, സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, SIR നടപടിക്രമങ്ങൾ ഇപ്പോൾ നിർത്തിവെക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ശക്തമായി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. എന്തായാലും അതിനെതിരെ ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പേരിന് മാത്രമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് സ്വന്തമായി സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതിന് ഒരു മുതിർന്ന അഭിഭാഷകനെ, കോൺഗ്രസിന്റെ തന്നെ ഒരു മുതിർന്ന അഭിഭാഷകനെ ഇതോടകം തന്നെ KPCC ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ ഈ നടപടിക്രമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതായത് സർക്കാരിന് സമാന്തരമായി തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ വിഷയത്തിൽ ഇന്നോ നാളെയോ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ KPCC നിയോഗിച്ചിട്ടുള്ള അഭിഭാഷകൻ ഹർജി സമർപ്പിക്കും. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ വലിയ ജോലിഭാരം BLOമാർക്ക് ഉണ്ടാകുന്നു. അത് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നു. മാത്രമല്ല, മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം, കോൺഗ്രസിന്റെ വോട്ടുകൾ വലിയ തോതിൽ തള്ളിക്കളയാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് CPMന്റെയും ഒപ്പം BJPയുടെയും ചില നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് BLOമാരെ സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ശ്രമം നടക്കുന്നു. KPCC അധ്യക്ഷൻ പറഞ്ഞത് തനിക്ക് പോലും വോട്ടില്ലാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ ചില നീക്കങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൈഷ്ണയുടെ വോട്ട് പോലും അത്തരത്തിൽ തള്ളിക്കളഞ്ഞത് അത്തരം ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്തായാലും അത്തരത്തിലുള്ള ചില നീക്കം നടക്കുന്നു. കോൺഗ്രസും BJPയും, കോൺഗ്രസിനെ തകർക്കാൻ CPMും BJPയും ചേർന്ന് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ വോട്ട് ചേർക്കുന്നതിൽ പോലും ഇത്തരം നടപടികൾ നടക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ അടിയന്തരമായി ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി സുനിൽ, ധനസുമോദ് വീണ്ടും ചേരുന്നുണ്ട്. ധനസുമോദ്, ഈ പാർട്ടികളെല്ലാം നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴായിരിക്കും ഈ കോടതി ഇത് പരിഗണിക്കുക എന്നുള്ളതുണ്ട്? എന്തൊക്കെ വാദങ്ങളായിരിക്കും ഉയർത്തുക അവിടെ എന്നുള്ളത്? അതായത് പാർട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, പക്ഷേ എങ്ങനെയായിരിക്കും കോടതി അതിനെ സ്വീകരിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. എന്ത് നിരീക്ഷണമായിരിക്കും നടത്തുക എന്നത് പരിശോധിക്കണം. ഇത്ര ധൃതിപ്പെട്ട്, അതായത് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന, ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെയായിരിക്കാം ഒരു പക്ഷേ ഏത് തരത്തിൽ അത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അതിലും ആശങ്കയുണ്ട്. കാരണം ഇവർക്ക് മേലുദ്യോഗസ്ഥരോട് പോലും പരാതിപ്പെടാൻ സാധിക്കാത്ത, ഇല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന് ഭീഷണിയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് കോടതികളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത്, ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തുന്നത്, അതുവഴി കോടതിയിൽ എത്തുന്നത്. അപ്പം എന്ത് നീതി ലഭിക്കും, ഇല്ലെങ്കിൽ വിഷയത്തിൽ ഒരു തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ ഈ SIRുമായി ബന്ധപ്പെട്ട 2 തരം ഹർജികളാണ് സുപ്രീം കോടതിയിലുള്ളത്. ഒന്ന്, നിലവിൽ ബീഹാറിലെ SIRലെ പാകപ്പിഴവ്
ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ പരിഗണിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതും SIR ശേഷമുള്ള പട്ടിക പുറത്തു വന്നതും. പക്ഷേ അപ്പോൾ പോലും എത്ര പേരെയാണ് മൊത്തത്തിൽ നീക്കം ചെയ്തത് എന്നുള്ള ഒരു പട്ടിക, ഒരു ലിസ്റ്റായി സുപ്രീം കോടതിയിൽ കൈമാറിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് നിരന്തരം സുപ്രീം കോടതി ചോദിച്ചതാണ്. അത് എപ്പിക് നമ്പർ അടിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഈ ഉയർന്ന പോളിംഗ് ശതമാനം SIR നടപ്പാക്കിയതിൻ്റെ ഒരു വിജയമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോലും ഇവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുന്നത്. അതേസമയം ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഹർജി എന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഹർജിയുമായി എത്തുന്നത്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ഇതിനകം തന്നെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിലായി ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം BLOമാർക്ക് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. മാത്രമല്ല, ഇതൊരു സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അമിതമായി ജോലി ചെയ്യുമ്പോൾ BLOമാർ തളരുന്നു എന്ന് മാത്രമല്ല, അർഹരായ പല ആളുകളും അതിനകത്ത് നിന്ന് ഒഴിവാകുകയും ചെയ്യും. അത്രയധികം പേർ സ്ഥലത്തില്ലാത്ത ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ളത് ഇതിപ്പോ കേരളം മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. തമിഴ്നാട്ടിൽ അവിടെ വലിയ പ്രതിഷേധങ്ങൾ സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടൊക്കെ ഉദ്യോഗസ്ഥ സംഘടനകൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, രാജസ്ഥാനിലാണ് ഒരു BLOയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രാജസ്ഥാനിലൊരു BLO മുകേഷ് ജാൻഗഡാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു മരണം സുപ്രീം കോടതിയിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. കാരണം അത് BJP സംസ്ഥാനം ഭരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് രാജസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ആത്മഹത്യ കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കേവലം രാജസ്ഥാനിൽ മാത്രമല്ല, രാജസ്ഥാൻ, കേരളം, ഇതുകൂടാതെ ബംഗാളിലും ഒരു മരണം നടന്നിരുന്നു. അവിടെ ഒരു BLOയായ അംഗനവാടി അധ്യാപികയാണ് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് മരിച്ചത്. ഇതുകൂടി ഈ SIRന്റെ രക്തസാക്ഷികൾ എന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടനടി ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നും കേരളത്തിലെ SIR നടപടികൾ ഉടൻ നിർത്തിവെക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. രാജസ്ഥാനിലെ ട്രെയിൻ തട്ടി മരിച്ച മുകേഷ് എന്ന് പറഞ്ഞ BLOയുടെ പോക്കറ്റിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി എന്നുള്ളൊരു കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് SIR ഉൾപ്പെടെയുള്ള ജോലിഭാരമായിരുന്നു, മേലുദ്യോഗസ്ഥർ കടുത്ത സമ്മർദ്ദമാണ് തനിക്ക് നൽകിയതെന്നുകൂടി അദ്ദേഹം പറയുന്നതായി അദ്ദേഹത്തിന്റെ ഈ മരിച്ച മുകേഷിന്റെ സഹോദരൻ ഇതിനകം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.